ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള സമ്പൂർണ്ണ നാവികസേനാ അഭ്യാസങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. ഭിന്നശേഷിയുള്ള വ്യക്തികളെ തുല്യരായി പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തെ വികസിതമെന്ന് കണക്കാക്കാനാകൂവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സഞ്ചാർ സാഥി ആപ്പിന് വർദ്ധിച്ച സ്വീകാര്യതയുണ്ടെന്ന കേന്ദ്ര സർക്കാർ. ആപ്പ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നത് നിർബന്ധമല്ലെന്ന് തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപടികൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ ചക്കുളത്തുകാവ് പൊങ്കാല നാളെ. ശബരിമല ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് തെളിക്കും. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കറ്റ് എഫ്സിയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള സമ്പൂർണ്ണ നാവികസേനാഭ്യാസങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശംഖുമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ശംഖുമുഖത്ത് എത്തിയ രാഷ്ട്രപതിക്ക് MH-60R ഹെലികോപ്റ്ററിന്റെ നാവിക സല്യൂട്ട് നൽകിയതോടെ ജനങ്ങളുടെ ആവേശവും വർദ്ധിച്ചു. രാഷ്ട്രത്തിന്റെ അഭിമാനമായ INS വിക്രാന്ത് തന്നെയായിരുന്നു സ്വാഭാവികമായും ഏറ്റവും ജനപ്രീതി പിടിച്ചുപറ്റിയത്. ചേതക് ഹെലികോപ്റ്ററുകളുടെ പ്രകടനം, അതിവേഗ ബോട്ടുകളുടെ പ്രകടനം, കപ്പൽ റാഞ്ചൽ പ്രതിരോധിക്കുന്ന നാവികസേനയുടെ ശക്തമായ ഇടപെടൽ തുടങ്ങിയവയെല്ലാം ഏറെ ശ്രദ്ധേയമായി. നാവിക അഭ്യാസ പ്രകടനങ്ങൾക്ക് തുടർച്ചയായി ഇവിടെയുള്ള നാവിക കപ്പലുകൾ ദീപാലംകൃതമാക്കും. ഭിന്നശേഷിയുള്ള വ്യക്തികളെ തുല്യരായി പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തെ വികസിതമെന്ന് കണക്കാക്കാനാകൂവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭിന്നശേഷിക്കാരെ സഹതാപത്തോടെയല്ല പരിഗണിക്കേണ്ടത്, അവരോട് ആദരവും ബഹുമാനവും വേണ്ടതുണ്ട്. ലോക ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഭിന്നശേഷിയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഭിന്നശേഷി പ്രതിഭകൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി കൊല്ലം ഓച്ചിറ സ്വദേശി മുഹമ്മദ് യാസിൻ. ശാരീരിക വെല്ലുവിളികൾക്കിടെ കീബോർഡിലും അഭിനയത്തിലും പാട്ടിലും ചിത്രരചനയിലും പ്രാവീണ്യം നേടി ഏവർക്കും പ്രചോദനമായാണ് യാസിന്റെ പുരസ്കാര നേട്ടം. ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണിതെന്ന് യാസിൻ പറഞ്ഞു. My name is Muhammad Yasin. I am coming from a small village, Ochra in Kerala state. Very proud moments and very pleasure. I playing keyboard. I got some awards, 3 state awards, 3 national awards, 3 television awards, and including 300 awards in my life. സഞ്ചാർ സാഥി ആപ്പിന്റെ വർദ്ധിച്ച സ്വീകാര്യത പരിഗണിച്ച് ഈ ആപ്പ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നത് നിർബന്ധമാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ. സഞ്ചാർ സാഥി ആപ്പ് എപ്പോൾ വേണമെങ്കിലും ഉപഭോക്താക്കൾക്ക് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാം. ജനങ്ങളുടെ സുരക്ഷയാണ് ആപ്പിന്റെ ലക്ഷ്യമെന്നും സർക്കാർ അറിയിച്ചു. ഇതുവരെ 1.4 കോടി ഉപഭോക്താക്കൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്രതിദിനം 2000 തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു. സഞ്ചാർ സാഥി ആപ്പ് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഇത് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക വഴി കേന്ദ്ര സർക്കാരിന് പൌരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ കഴിയുമെന്ന പ്രതിപക്ഷ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നാളെ തിരുവനന്തപുരത്ത് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. ട്രിവാൻഡ്രം ഫിസിയാട്രിസ്റ്റ് ക്ലബ്, IMA ചുറൈൻകീഴ്, IAPMR കേരള ചാപ്റ്റർ, കിംസ് ഹെൽത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാര്യവട്ടത്തെ സായ് LNCPയിലാണ് സ്പോർട്സ് മീറ്റ് നടത്തുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ മേൽനോട്ടത്തിൽ 200-ൽ പരം ഭിന്നശേഷിക്കാരായ കുട്ടികൾ വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1428 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 49 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 58 പേരാണ് അറസ്റ്റിലായത്. ആന്റിബയോട്ടിക് സാക്ഷര കേരളത്തിനായി വയനാട് ജില്ലയിൽ കുടുംബശ്രീ പ്രവർത്തകർ മുഖേന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ യജ്ഞം ആരംഭിച്ചു. ജില്ലയിലെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കായി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ നടന്ന ജില്ലാതല ബോധവൽക്കരണ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 520 ADSകളിലും AMR ബോധവൽക്കരണ പരിപാടി നടത്താൻ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആലപ്പുഴ ചക്കുളത്തുകാവിലെ പൊങ്കാല നാളെ നടക്കും. നാളെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ, തിരുവല്ല താലൂക്കുകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധിയാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമല്ല. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ നാളെ കാർത്തിക ദീപം തെളിക്കും. തൃക്കാർത്തികയോടനുബന്ധിച്ച് നാളെ ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് തന്ത്രി കണ്ഠരൻ മഹേഷ് മോഹനർ തിടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിക്കും. തുടർന്ന് ദീപം കൽവിളക്കുകളിലേക്ക് പകരും. സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുൻപിലും ദീപങ്ങൾ തെളിയിക്കുകയും മാളികപ്പുറത്ത് വിശേഷാൽ ദീപാരാധന നടത്തുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് ആരംഭിച്ചു. വ്യാഴാഴ്ച വരെ നടക്കുന്ന കമ്മീഷനിംഗ് 19 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് മാർ ഇവാനിയൂസ് കോളേജിലാണ് നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് അതാത് ബ്ലോക്ക് ഡിവിഷന്റെ കീഴിൽ നടക്കും. ഇടുക്കി ജില്ലയിൽ SIR-മായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ നാളെയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. ഫോം വിതരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് 99.65% വിതരണത്തിന്റെ കാര്യത്തിൽ ഇടുക്കി ജില്ല തുടക്കത്തിൽ പുറകിലായിരുന്നെങ്കിലും വിതരണം പൂർത്തിയാവുന്ന സമയത്ത് ഇടുക്കി ജില്ല ഏറ്റവും മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫോമിന്റെ ഡിജിറ്റൈസേഷൻ സംബന്ധിച്ച് ഇന്ന് രാവിലത്തേക്ക് നമ്മൾ 89% ആയിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ 4-ാം തീയതിക്കകം നമ്മുടെ ഈ ഡിജിറ്റൈസേഷൻ ജില്ലയിൽ പൂർത്തിയാക്കാൻ പറ്റും. സംസ്ഥാനത്തെ ഏക പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ പൊതുതെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജനവിധി തേടുന്നത് 41 സ്ഥാനാർത്ഥികൾ. ആകെ 1803 വോട്ടർമാരാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. ഇതിൽ 893 പേർ സ്ത്രീകളും 910 പേർ പുരുഷന്മാരുമാണ്. ഡീലിമിറ്റേഷന് ശേഷം രൂപീകരിച്ച കവക്കാട്ടുകുടി വാർഡ് കൂടി ചേർത്ത് ഇപ്പോൾ 14 വാർഡുകളാണ് ഇടമലക്കുടിയിലുള്ളത്. 14 വാർഡുകളും പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ പ്രചാരണത്തിന് ചൂടേറി. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നഷ്ടപ്പെട്ട ഡിവിഷനുകൾ തിരിച്ചുപിടിക്കാനും നിലവിലുള്ളത് നിലനിർത്താനുമുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. സംസ്ഥാന ദേശീയ നേതാക്കളെ ജില്ലയിലെത്തിച്ചാണ് പ്രചാരണം കൊഴിപ്പിക്കുന്നത്. വീട് കയറിയും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചുമാണ് പ്രധാന പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നിലവിൽ 23 പഞ്ചായത്തുകളും 3 നഗരസഭകളും 4 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് വയനാട്ടിലുള്ളത്. നഗരസഭകളിൽ കൽപ്പറ്റ, മാനന്തവാടി നഗരസഭകളുടെ ഭരണം കഴിഞ്ഞ തവണ UDF-നും ബത്തേരി നഗരസഭയുടെ ഭരണം LDF-നുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി UDF-ന്റെ ശക്തികേന്ദ്രമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കാതെ നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കെതിരെ വിവിധ ജില്ലകളിലായി നടത്തിയ പരിശോധനകളിൽ 340 ലംഘനങ്ങൾ കണ്ടെത്തി. ഇതുവരെ 46 ലക്ഷം രൂപ പിഴയായും ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജില്ലാതല നോഡൽ ഓഫീസർമാരും ശുചിത്വ മിഷനും നടത്തുന്ന പരിശോധനകളിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത്. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കറ്റ് FC-യും ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് നേടി. വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗെയ്ക്വാദിന്റെയും സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 350 കടന്നത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 9 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസം നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ബില്ലിന്മേലുള്ള ചർച്ചയിൽ 28 MP-മാർ പങ്കെടുത്തു. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ മോഷണക്കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണക്കിലെടുത്ത് പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ വിവിധയിടങ്ങളിൽ നിയോഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള സമ്പൂർണ്ണ നാവികസേനാ അഭ്യാസങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. ഭിന്നശേഷിയുള്ള വ്യക്തികളെ തുല്യരായി പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തെ വികസിതമെന്ന് കണക്കാക്കാനാകൂവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സഞ്ചാർ സാഥി ആപ്പിന് വർദ്ധിച്ച സ്വീകാര്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ആപ്പ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നത് നിർബന്ധമല്ലെന്ന് തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപടികൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ ചക്കുളത്തുകാവ് പൊങ്കാല നാളെ. ശബരിമല ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് തെളിക്കും. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും കാലിക്കറ്റ് FC-യും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.